പി.സി. ജോർജ് ബി.ജെ.പി. പാളയത്തിലേക്ക് എന്നതാണ് ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്ത. ആ വാർത്തയിലേക്കാണ് ഇനി. പി.സി. പുതിയ കളത്തിൽ. പി.സി. ജോർജും കേരള ജനപക്ഷവും ബി.ജെ.പിയിലേക്ക് അംഗത്വം സ്വീകരിച്ച് ബി.ജെ.പിക്കൊപ്പം ചേരുമെന്ന് പി.സി. ജോർജ് പറഞ്ഞു. വിവരം ബി.ജെ.പി നേതാക്കളെ അറിയിച്ചുവെന്നും ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് ഇനി ബി.ജെ.പിയാണെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി. പി.സി. ജോർജിന്റെ ബി.ജെ.പി പ്രവേശനത്തിൽ ചർച്ചകൾ നടക്കുകയാണെന്നായിരുന്നു ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിർണായക രാഷ്ട്രീയ നീക്കത്തിനാണ് പി.സി. ജോർജും ജനപക്ഷവും തയ്യാറെടുക്കുന്നത്. ഘടകകക്ഷിയായി എൻ.ഡി.എയിൽ ചേരാനുള്ള നീക്കം നടത്തിയെങ്കിലും ഇത് വിജയിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് അംഗത്വമെടുത്ത് ബി.ജെ.പിയിൽ ചേരാൻ പി.സി. ജോർജും കൂട്ടരും തീരുമാനിച്ചത്. ഇതിന് ജനപക്ഷം സംസ്ഥാന സമിതിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും പി.സി. ജോർജ് പറയുന്നു. ജനപക്ഷം എന്ന പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നത് ബി.ജെ.പിയോടൊപ്പം പോവുക എന്ന് തന്നെയാണ്. ബി.ജെ.പിയുടെ പോവുക എന്ന് പറയുമ്പം ബി.ജെ.പിയിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിൽ ചേരണം എന്ന അഭിപ്രായമാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായത്. ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പി.സിയുടെ നീക്കമെന്നാണ് സൂചന. ലോക്സഭയിൽ മത്സരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ബി.ജെ.പി തീരുമാനിക്കും. സീറ്റിന്റെ കാര്യമൊന്നും ഞങ്ങൾ സീറ്റൊന്നും പ്രശ്നം, ഞങ്ങൾ ബി.ജെ.പി ചേരുക എന്ന അഭിപ്രായമാണ്. അങ്ങനെ ബി.ജെ.പി ചേരുക എന്ന അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ സീറ്റിന്റെ കാര്യത്തിനെ പറ്റി ബി.ജെ.പി അല്ല നിശ്ചയിക്കും, നമ്മളല്ലല്ലോ. അതേസമയം പി.സി. ജോർജ് ബി.ജെ.പിയിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയാണെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. പി.സി. ജോർജിന്റെ ബി.ജെ.പി പ്രവേശനം അവരുടെ പാർട്ടിയുടെ കാര്യമാണെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു. ക്രൈസ്തവ സഭയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും പി.സി. ജോർജ് പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പി.സി. ജോർജ് ബി.ജെ.പിക്കൊപ്പം ചേർന്നേക്കാം. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24.